ഈസ്റ്റർ കഴിഞ്ഞപ്പോൾ ആൻസൂട്ടന് പള്ളിയിൽ വിശ്വാസോത്സവത്തിന്റെ 3 ദിവസത്തെ ക്ലാസ് ഉണ്ട് കേട്ടോ. അവിടെ കളിയും വചന പഠനവും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നു. രാവിലെ 8 മുതൽ 3 വരെയായിരുന്നു ഇന്നലെ. ഇന്നും നാളെയും 8 മുതൽ 11 മണി വരെയാണ്. ചേട്ടൻ ആൻസൂട്ടനെ കൊണ്ടുവിടാനായിട്ട് പോയതാണ്. നമ്മുടെ പ്രാണിപ്പൂച്ച ഗർഭിണിക്കുട്ടിയാണ് കേട്ടോ. ഉടനെ തന്നെ കുഞ്ഞാവ വരും. അപ്പൊ ചേട്ടനാണ് രാവിലെ ചായ ഇട്ട് തന്നത്. പെസഹാപ്പം ദാ ഇതുപോലെ ഉണങ്ങി വെച്ചിട്ടുണ്ട്. ഇതിന് ശർക്കരയൊക്കെ ഇട്ട് വരട്ടി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ പുതിയ നൈറ്റിയാണ് ഇട്ടിരിക്കുന്നത്. അതിന്റെ മണം പിടിച്ചെടുക്കുന്ന ബാസ്കുവിനെ കാണുന്നേ. എങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ അവൻ മാറിയെന്ന് എന്തൊക്കെയോ പറഞ്ഞു. 4 കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചൂട് കാരണം കാഴ്ചയ്ക്ക് ചെറിയൊരു മങ്ങല്. അവരെ നമ്മൾ നെറ്റിൽ നിന്നും പുറത്തിറക്കി വീടിന് മുറ്റത്തായിട്ടാണ് ഇപ്പൊ പകലൊക്കെ നിർത്തും. പിന്നെ നമ്മളെ കൂട്ടിൽ പിടിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പതാ നമുക്ക് ഫാമിലിയിലേക്ക് ഒന്ന് കയറി ചെല്ലാം. ആൻസൂട്ടന്റെ കോഴിപ്പടയാണ് കേട്ടോ. ഇവക്ക് ഭയങ്കര സ്നേഹമാണ്. വീടിന് ചുറ്റും, അതായത് പറമ്പിന് ചുറ്റും നെറ്റ് ഇട്ടത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഓടിച്ചാടി നടക്കാൻ ഒരുപാട് സ്ഥലമായിട്ടുണ്ട്. അപ്പതാ ഞാൻ എപ്പോൾ ഫാമിനകത്ത് കയറി ചെന്നാലും എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നൊരു കോഴിക്കുഞ്ഞാണ് കേട്ടോ. പക്ഷെ അവള് പിടിപ്പിക്കത്തില്ല. നമ്മുടെ ഖൽഗക്കുട്ടന്മാര് ഓടിച്ചാടിയൊക്കെ നടക്കുന്നത് കണ്ടോ. എല്ലാ മക്കൾക്കും നല്ല സന്തോഷമാണ്. കാരണം ഓടിച്ചാടി നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. ഇവൻ ചെറിയൊരു കൊത്തുകോഴിയാണ് കേട്ടോ. മുട്ടയുണ്ടോയെന്ന് നോക്കിയപ്പോൾ മുട്ടയിടാനായിട്ട് ആള് ഇരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആൻസൂട്ടന്റെ കോഴിപ്പടനെ ഒന്നെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ കഴിഞ്ഞ ദിവസം വാങ്ങിയ കോഴിക്കുഞ്ഞ. ഞാൻ ചെന്നപ്പോൾ തൊട്ട് എൻ്റെ പിന്നാലെ കൂടിയതാണ് ഈ ഒരു ഖൽഗക്കുട്ടൻ കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ അവൻ എൻ്റെ പിന്നാലെ വന്ന് എൻ്റെ കാൽച്ചോട്ടിൽ അങ്ങ് പതുങ്ങിയിരിപ്പായി. പിന്നെ അവനെ എടുത്ത് കുറച്ചു നേരം പുന്നാരിച്ചു. നിലത്തിരുത്തി പുന്നാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പാത്രത്തിന്റെ മുകളിൽ കയറ്റിയിരുത്തി പുന്നാരിച്ചു. പുന്നാരിച്ചപ്പോൾ അവനങ്ങ് സുഖം പിടിച്ചിരുന്ന് ഉറങ്ങുവാണ്. അവന്റെ കൂട്ടുകാരൻ അതിലെ ചുറ്റിപ്പറ്റിയൊക്കെ നടക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ അവനും കൂടി നിൽക്കാൻ ഒരു സ്പേസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാ ഈ കട്ടപ്പുറത്ത് കയറ്റിയിരുത്തി. പക്ഷെ അവനങ്ങ് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 പേരും കൂടി അവിടെ വന്നിരുന്ന് കിന്നാരമൊക്കെ പറയുന്നൊരു കാഴ്ച കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ മക്കളെല്ലാം സന്തോഷത്തോടു കൂടി പോകുന്ന കാഴ്ചയാണ് കണ്ടത്.